എനിക്ക് തോന്നുന്നു ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മറികടക്കാം. റിവ്യൂല് ചേട്ടൻ പൊളിറ്റിക്കലായിട്ട് ചേട്ടനൊരു ഒപ്പീനിയൻ ഇല്ല എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായം പറയുന്നത് കേട്ടു. കാരണം ഒരു പ്രത്യേക ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ അത്തരത്തിലൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അജു ചേട്ടൻ കുറച്ചും കൂടി ആ ഒരു സാഹചര്യത്തെ കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞു. അതായത് പൊളിറ്റിക്കൽ പാർട്ടികളോട് താല്പര്യമില്ല എന്നാണ് നിവിൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഉള്ള യുവ നടന്മാരിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് നിവിൻ ചേട്ടനാണ്. ഇപ്പോൾ സഖാവായാലും പടവട്ടായാലും ഇപ്പോൾ പ്രതിച്ഛായ. അപ്പോൾ പൊളിറ്റിക്കലായിട്ടൊരു അവയർനെസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ സംവിധായകരുടെയോ എഴുത്തുകാരുടെയോ കൈകളിലെ കളിപ്പാവുകൾ പോലെ ആവില്ലേ? അവർക്ക് പല കാര്യങ്ങളും നമ്മളിലൂടെ പറയാൻ പറ്റില്ലേ? അപ്പോൾ ഒരു അവയർനെസ് മസ്റ്റ് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മറികടക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കളിപ്പാവയാവാൻ പറ്റില്ലല്ലോ. നമ്മൾ വാർത്തകളും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ബേസിക്കലി എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സിനിമ, അതിലാണ് എൻ്റെ ഫുൾ ഫോക്കസ് ഉള്ളത്. ഒരു പാർട്ടിയോട് താല്പര്യക്കുറവോ അങ്ങനെയൊന്നുമില്ല. പല പാർട്ടിയിൽ പല കൂട്ടുകാരും പലരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം ഞാൻ റെസ്പെക്റ്റോടെ കാണുന്നു. പക്ഷെ ഞാൻ അതിലങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ സിനിമ അല്ലെങ്കിൽ ചെയ്തു പോവുക, ഫാമിലി, അങ്ങനത്തെ ഒരു ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നടക്കുന്നതൊന്നും അറിയില്ല എന്നുള്ളതല്ല. നമുക്ക് എല്ലാവർക്കും ഒരു ദൈവാനുഗ്രഹിച്ച് ഒരു കോമൺ സെൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇതൊരു ഭയങ്കര പോയിന്റ് ഔട്ട് ചെയ്ത് ചെയ്യുന്നൊരു സിനിമയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. ഉണ്ണികൃഷ്ണൻ സാർ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയുടെ ടൈറ്റിൽ വളരെ മികച്ചൊരു ടൈറ്റിലാണ്. അതിന് അഭിനന്ദനങ്ങൾ. സാധാരണഗതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രതിച്ഛായ ഭീതി ഏറ്റവും കൂടുതലുള്ളത് സിനിമാക്കാർക്കും പൊളിറ്റീഷ്യൻസിനുമാണ്. ഈ രണ്ട് പേരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിച്ഛായ ഭീതി ഉള്ളത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടിട്ടാണോ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടത്? ഈ ടൈറ്റിലേക്ക് വന്നത് എങ്ങനെയാണ്? അല്ലേ, നമ്മുടെ ട്രെയിലറിലുണ്ടല്ലോ, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ട്രെയിലറിൽ ഒരു വാചകം പറയുന്നുണ്ട്. അപ്പോൾ പ്രതിച്ഛായ നിർമ്മിതികളെ കുറിച്ചിട്ടാണ് ഈ സിനിമ. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രതിച്ഛായ നിർമ്മിതികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് PR-ലും സൈബർ സ്പേസിലും ഒക്കെ ഇത്രയും കോടികൾ ഇപ്പോഴത്തെ ഇലക്ഷൻ സ്പെൻഡ് ചെയ്യുന്നത്, പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഇമേജ് കോൺസ്ട്രക്റ്റ് ആവശ്യമുണ്ട്. നിർമ്മിക്കപ്പെടുന്ന പ്രതിച്ഛായ വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്. ആ ഗുണദോഷങ്ങളെക്കുറിച്ച് കൂടിയാണ് ഈ സിനിമ. എന്ന് വെച്ചാൽ അതൊരു ടോൾ ക്ലെയിം ഒന്നുമല്ല. അത് തീർച്ചയായിട്ടും ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതൊന്ന് തൊട്ടുപോകുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ഇനി മറ്റന്നാൾ കണ്ട് വിലയിരുത്തിയാൽ മതി. ഹരിശ്രീ ശിവൻ സാർ, എന്തോ ഒരു പ്രതിരോധവും ഇല്ല. സിനിമയോടെ വയ്ക്കും, അത്ര സിനിമയോടെ വയ്ക്കും. ഇപ്പോൾ നാളെ കഴിഞ്ഞാൽ ഞാൻ യാത്ര പോകും, കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വരുള്ളൂ. അപ്പൊ അതൊക്കെ തന്നെ നമ്മുടെ പ്രതിരോധം. ഹരിശ്രീ ശിവൻ സാർ, ഇപ്പൊ ഈ കൂട്ടത്തില് കുറച്ചും കൂടി എക്സ്പീരിയൻസ് സിനിമയിലുള്ളത് സാറിനാണ്. സാർ വന്നിട്ട് ഇപ്പൊ ഒരു എങ്ങനെ വന്നാലും 25 വർഷത്തിലധികം, 40 വർഷമായിട്ട് പറഞ്ഞു ഞാൻ. 40 വർഷം. സോറി അതിന് സോറി വരേണ്ട കാര്യമൊന്നുമില്ല. 40 വർഷം അഭിനയിച്ചതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും സാർ, പണ്ടുള്ള നടന്മാർ, ഇപ്പോൾ തിലകൻ സാർ ആയിക്കോട്ടെ, ശങ്കരാടി സാർ ആയിക്കോട്ടെ, മുരളി സാർ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഇവരുടെ രാഷ്ട്രീയം പ്രകടമാക്കി തന്നെ സംസാരിച്ചിരുന്ന ആൾക്കാരാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നൊക്കെ മുരളി സാറും തിലകൻ സാറും അതുപോലെ ശങ്കരാടി സാറും ഒക്കെ സംസാരിക്കുന്ന ഇൻ്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കാലഘട്ടത്തിലുള്ളവരിലും അത്തരത്തിലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭവമുള്ള ആളാണ് ഞാൻ എന്ന് പറയാൻ പലർക്കും ഭയമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റൊരു പാർട്ടി എനിക്കെതിരാവോ, മറ്റൊരു അണികൾ എനിക്കെതിരാവോ എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പോൾ സാറിന് അങ്ങനത്തെ ഒരു ഭയമുണ്ടോ? സാറിന് രാഷ്ട്രീയം വെളിപ്പെടുത്താനൊരു ഭയമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ആദ്യം തന്നെ പറയട്ടെ, എന്നിട്ട് എല്ലാ 10 ചോദ്യങ്ങളൊന്നും ഞാൻ എല്ലാം പറയാൻ പറ്റില്ല. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി അറിയാം. എനിക്ക് ഈ കേരളത്തിലുള്ള എല്ലാ പാർട്ടിക്കാരായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് പലരും. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നവരാ. പോരെ? രണ്ടാമത് പറ. രണ്ടാമത്തെ ചോദ്യം, ഇപ്പം ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു ആൻസർ ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ സാറൊക്കെ ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് വളരെ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ വരുന്നത് മറ്റുള്ളവൻ എന്ത് വിചാരിക്കുമെന്ന ചിന്തയിൽ നിന്നാണോ, അതോ ഇന്നത്തെ കാലഘട്ടം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണോ? ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല. രാഷ്ട്രീയമായിട്ടല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ നോക്കണം എനിക്ക്.
മനസ്സിലായ? അതിനുവേണ്ടി ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, എന്നെ ആശ്രയിക്കുന്നവരെ ഞാൻ നോക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത് രാഷ്ട്രീയമുണ്ട്, അല്ലാതുള്ള മേഖലയിലുള്ള പരിപാടികൾ ചെയ്യുന്ന പല ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാൻ ആർക്കുണ്ടെങ്കിൽ സന്തോഷത്തോടെ ആർക്കാണെങ്കിലും കൊടുക്കുന്ന ആൾ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് സഹായിക്കുക എന്നുള്ളൊരു മനസ്സ് എൻ്റെ മനസ്സിലുള്ള എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. അത് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അവിടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു സമയം നമുക്കില്ല. കാരണം ജീവിച്ചത് അങ്ങനെയാണ്. എന്നാൽ നമുക്കൊക്കെ എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ രാഷ്ട്രീയം അറിയാം. പത്രങ്ങൾ വായിക്കുമ്പോഴും ന്യൂസ് കാണുമ്പോഴൊക്കെ നമുക്ക് രാഷ്ട്രീയം അറിയാം. പക്ഷെ അതിനുള്ള ഒരു സമയം നമുക്കിതിന് മാറ്റി വെക്കാനായിട്ടില്ല. ഒരു സെക്കൻഡ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സമയം കിട്ടിയാൽ ആ സമയം നമ്മൾ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ.